ലൂക്ക് 1:38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും സുപരിചിതമായി കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള ഒരു വാക്കാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ക്രിസ്മസ് സീസണൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന്. പ്രിയമുള്ളവർ, പണ്ട് എനിക്കൊരു സഹോദരി അറിയാം. ആ സഹോദരി ഏത് ഞായറാഴ്ച ഇവിടെ വെച്ചല്ലേ ഏത് ദിവസങ്ങളിൽ കണ്ടാലും ആദ്യം മേരി ക്രിസ്മസ് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മേരി ക്രിസ്മസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ലോകത്തിലേക്ക് വന്നതിനെയാണ് നാം ക്രിസ്മസായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ ഈ യേശുവിനെ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നാം ജനിപ്പിക്കുമ്പോഴൊക്കെയും അതൊരു ക്രിസ്മസായി മാറുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസാണ്. അപ്പോൾ യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യരാരും ചില പാട്ടുകൾ പോലെ ഈശ്വരനെ തേടി മനുഷ്യൻ പോവുകയല്ല ചെയ്തത്. ഈ ലോകത്ത് പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ദയ തോന്നി മാനവജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാനായിട്ട് വന്ന് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി മാറിയതാണ്. ഇവിടെ നാം കേട്ടത്, ഇന്ന് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ഇവിടെ മറിയ എന്ന് പറയുന്ന ഒരു യഹൂദ പെൺകുട്ടി യേശുവിന് ലോകത്തേക്ക് വരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പെൺകുട്ടിയായിരുന്നു. ലോകത്തേക്ക് യേശു വരുവാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഈ പെൺകുട്ടിയാണ്. ഈ മറിയ ഒരു യഹൂദയായിരുന്നു. യഹൂദന്മാരുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ വഹിച്ച് അത് അത്രയധികം പാലിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ മറിയയ്ക്കുമുണ്ടായിരുന്നു. കാരണം റോമൻ പീഡനങ്ങളിൽ നിന്ന് തങ്ങളുടെ പിതാക്കന്മാർ വാഗ്ദാനം ചെയ്തതുപോലെ ഒരു രക്ഷകൻ, ഒരു മശിഹ ഞങ്ങൾക്ക് വേണ്ടി രക്ഷകനായി എത്തും. യഹൂദന്മാരുടെ വിചാരം യഹൂദന് മാത്രമാണ് ദൈവം എന്നുള്ളത്. ദൈവം യഹൂദന് വേണ്ടി എന്നായിരുന്നു അവരുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ അല്ല. യഹൂദൻ, അതുകൊണ്ട് ഈ യഹൂദനെ രക്ഷിക്കുവാൻ, ഈ പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ ഈ സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന മശിഹായെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ മറിയയും. അപ്പോൾ മറിയയ്ക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ മശിഹ വന്ന് ലോകത്തിൽ വന്ന് നമ്മെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ടുള്ള ഒരു വലിയ പദ്ധതി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ മറിയയോട് ദൈവദൂതൻ വന്ന് പറയുകയാണ്, ലോകത്തിന് വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ദൂതൻ ഇവിടെ വന്നത്. ശരിയാണ്, ഈ വാർത്ത ലോകത്തിന് വലിയ സന്തോഷമാണ്. മറിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് അത്ര സുഖകരമായ ഒരു കാര്യമല്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മറിയ വിചാരിച്ചു, ഓക്കെ, അപ്പോൾ പല കോൺവെർസേഷൻ നാം ഇവിടെ വായിക്കുന്നുണ്ട്. അവസാനത്തെ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അപ്പം മറിയോട് കർത്താവിൻ്റെ ദൂതൻ വന്ന് പറയുന്നു, ദൈവത്തിന് ലോകത്തിലേക്ക് വരുവാൻ ദൈവം ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഈ മറിയ എന്ന ഈ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ സംഭവിക്കും എന്നുള്ളതൊക്കെ മറിയ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൂതനെന്ന് മറുപടി പറഞ്ഞതൊക്കെ നാം കേട്ടിട്ടുണ്ട്, നാം വായിച്ചിട്ടുണ്ട്. പക്ഷേ മറിയ ചിന്തിച്ച് കാണും, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മറിയയുടെ ഒരു മാനസികാവസ്ഥ അപ്പോഴത്തെ. കാരണം ഇത് സംഭവിച്ചാൽ മറിയ ഓൾറെഡി ഒരു വിവാഹം ജോസഫ് എന്ന് പറയുന്ന നീതിമാനായ വ്യക്തിക്ക് ഒരു വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. യഹൂദന്മാരുടെ ഇടയിൽ വിവാഹം നിശ്ചയം മതി, പിന്നത് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഈക്വലൻറ്റും അത് വിവാഹമാണ്. അപ്പോൾ അങ്ങനെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ജോസഫിൻ്റെ ഭാര്യയാകുവാൻ പോകുന്ന ഈ മറിയ ഇല്ലീഗലായ ഒരു ചൈൽഡിന് ഒരു ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ യഹൂദ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ വലിയ കോൺസിക്വൻസസ്, അതിൻ്റെ ആ വലിയ ഫലങ്ങൾ ഓർക്കുമ്പോൾ മറിയ വളരെയധികം വേദനിച്ചിട്ടുണ്ടാവും ആക്ച്വലി. പക്ഷെങ്കിൽ മറിയ
യഹൂദ ആചാരപ്രകാരം ദൈവത്തിൽ 100% തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് മറിയ ഈ ദൂതനോട് പറയുകയാണ്, എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറിയയ്ക്കുണ്ടാകും ഇത് സംഭവിച്ചു കഴിയുമ്പോൾ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു നിയമമാണ് അങ്ങനെ ഒരു തെറ്റ് മറിയ ചെയ്യുമ്പോൾ അവൾ നേരിടാൻ പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ആപത്താണ് വരാൻ പോകുന്നെന്നുള്ള ആ വലിയ കാര്യം മനസ്സിലാക്കിയെങ്കിലും മറിയ ചിന്തിച്ചു, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, എൻ്റെ ഓണർഷിപ്പ് ഞാൻ എൻ്റെ കർത്താവിന് കൈമാറിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓണർഷിപ്പ്, എന്നിൽ കർത്തൃത്വം നടത്തുവാൻ അവകാശം കൊടുത്തിരിക്കുന്നത് ദൈവത്തിനാണ്. ആ ദൈവം എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്തു ഫലങ്ങൾ വന്നാലും, അതിന് എന്ത് കഷ്ടതകൾ നേരിടേണ്ടി വന്നാലും എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. ആ ആറ്റിറ്റ്യൂഡിലാണ് മറിയ പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്ലേവ് എന്നാണത് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, എനിക്ക് അപമാനം വന്നോട്ടെ, എനിക്ക് എന്തും സംഭവിച്ചോട്ടെ, പക്ഷെ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് എന്നുള്ള മറിയയുടെ ആ സമർപ്പണം, ഞാൻ അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് നാം ആവർത്തിക്കേണ്ടത്. കർത്താവ് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ, നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അത് 100% സമർപ്പണത്തോടു കൂടി, കാരണം ഒരു സമർപ്പണമെങ്കിൽ അനുസരണം ഉണ്ടായാലേ പറ്റുകയുള്ളൂ, അനുസരിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ടായാലേ പറ്റുകയുള്ളൂ. നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മോടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നാം അനുസരിക്കും. ദൈവം ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാകണം നാം അവനെ അനുസരിക്കുന്നത്. ഇപ്പോൾ ദൈവം ഒരു വടിയുമായി അവിടെ നിന്ന് തെറ്റ് കാണിച്ചാൽ ഞാൻ ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി നീ അനുസരിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അവനെ നാം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നാണ് നാം അവനെ ഭയപ്പെടേണ്ടത്. അപ്പോൾ സ്നേഹത്തിൽ ഭയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം പറയുന്നത് നാം അനുസരിക്കും. ഈ അനുസരിക്കുന്ന നാം പൂർണ്ണമായി ആ ദൈവത്തിന് കീഴ്പ്പെടും. നാം പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിതമായി നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ മറിയ തൻ്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന എല്ലാ കഷ്ടതകളും മാറ്റിവെച്ചുകൊണ്ട്, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, എന്തും എനിക്ക് ഭവിച്ചോട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷയവുമില്ല, കാരണം ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, എൻ്റെ ഓണർ, എന്നിൽ കർത്തൃത്വം നടത്തുന്നത് ഇപ്പോൾ ദൈവമാണ്. ആ ദൈവം എന്നോട് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഫലവും അതിൻ്റെ റെമഡിയും ആ ദൈവം കണ്ടിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലുള്ള മറിയയുടെ സമർപ്പണമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ജോസഫിനെ പറ്റി നാം പറയാതെ പോകുന്നത് ശരിയല്ല. ജോസഫിനെ നാം മനസ്സിലാക്കുമ്പോൾ നീതിമാനായ ജോസഫ് എന്നാണ് ബൈബിൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ജോസഫിനെ നീതിമാൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ജോസഫ് മറിയയ്ക്ക് വിവാഹം നിശ്ചയിച്ച വ്യക്തി, ഈ വാർത്ത ജോസഫും അറിഞ്ഞു. അപ്പോൾ ജോസഫിന് വേണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് 2 മാർഗങ്ങളുണ്ട് ഉപേക്ഷിക്കാനായിട്ട്. പരസ്യമായും ഉപേക്ഷിക്കാം, രഹസ്യമായും ഉപേക്ഷിക്കാം. പക്ഷേ ജോസഫ് തീരുമാനിച്ചു, ഞാൻ കാരണം എൻ്റെ ഭാര്യയായ മറിയയ്ക്ക് ഒരു അപമാനം ഉണ്ടാകരുത്, അതുകൊണ്ട് കുറ്റം മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ലോകത്ത് യേശുവിനെ കൊടുക്കുവാൻ, ആ അപമാനം സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ജോസഫ് തീരുമാനിച്ചത്, ഞാൻ രഹസ്യത്തിൽ ഉപേക്ഷിക്കാമെന്ന്. രഹസ്യത്തിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം വെളിപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. പരസ്യമായി വേണമെങ്കിലും ജോസഫിന് ഉപേക്ഷിക്കാം. പരസ്യമായി ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ കാരണം ഡിക്ലെയർ ചെയ്യണം. വളരെ ലെജിറ്റിമേറ്റായിട്ടുള്ള കാരണം ജോസഫിന് മുമ്പിലുണ്ട്. താൻ വിവാഹം നിശ്ചയിക്കപ്പെട്ട ആ മറിയ എന്നെ ചതിച്ചു, അതുകൊണ്ട് ഈ മറിയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ ഇനിയും തുടരുവാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് ആ കാരണത്താൽ ഞാൻ ഉപേക്ഷിക്കുന്നു. പക്ഷെങ്കിൽ പിറ്റേ ദിവസം മറിയയുടെ സ്ഥിതി എന്താവും? മറിയ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ആ വലിയ വിപത്ത്, ആ അപമാനം ഓർക്കുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കാം, ജോസഫ് ഏറ്റെടുക്കാമെന്ന് ജോസഫ് തീരുമാനിച്ചു. അങ്ങനെയാണ് ജോസഫ് പറഞ്ഞത്, ഞാൻ രഹസ്യത്തിൽ ഉപേക്ഷിക്കുമ്പോൾ കാരണം പറയേണ്ട ആവശ്യമില്ല. ജോസഫ് ഉപേക്ഷിച്ചെന്ന്
നാട്ടുകാർ കാരണം കണ്ടുപിടിച്ചോളും. എന്തൊക്കെയാണ് പലവിധ കാരണങ്ങൾ ആളുകൾ പറയും. ഈ ജോസഫിന് രണ്ടാമത് യഹൂദന്മാരുടെ ഇടയിൽ നിന്നൊരു വിവാഹം കഴിക്കുവാൻ പിന്നീട് സാധിക്കുകയില്ല. കാരണം ഒരിക്കൽ മറിയയെ ചതിച്ച ഒരു വ്യക്തിയാണ് ജോസഫ്. ജോസഫ് തീരുമാനിച്ചു, എന്നാലും സാരമില്ല, യേശുവിനെ ലോകത്തിന് കൊടുക്കുവാൻ ഞാനായിട്ട് മറിയയ്ക്കൊരു അപമാനം ഉണ്ടാക്കുവാൻ കഴിയില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൻ്റെ ആ സമർപ്പണത്തിൽ ജോസഫ് തീരുമാനിച്ചു, ഞാൻ അതുകൊണ്ട് ഈ മറിയയ്ക്ക് അപമാനമുണ്ടാകുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറി ഞാൻ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് ജോസഫ് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈ ജോസഫിന് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും ചെയ്യാമായിരുന്നു. പക്ഷെ ജോസഫും തീരുമാനിച്ചു, ഈ മറിയയ്ക്ക് ഒരു അപമാനമുണ്ടാകുന്ന കാര്യത്തിലേക്ക് ഞാൻ പോകുവാനുണ്ട്. നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, നാം ജീവിതത്തിൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നാം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സമർപ്പിതമായി ഒരു സമർപ്പണം മനോഭാവത്തോടു കൂടി കർത്താവ് എന്തു പറയുന്നു, ഞാൻ എൻ്റെ ഓണർഷിപ്പ് കർത്താവിന് കൈമാറിയിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ എൻ്റെ എന്ത് ഫലങ്ങൾ വേണമെങ്കിലും അതിൽ വന്നോട്ടെ, എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ കർത്താവ് പറയുന്നത് ഞാൻ അനുസരിക്കും. ആ അനുസരണയോടുകൂടിയുള്ള ആ സമർപ്പണം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകും. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് മുഴുവൻ യെസ് ലോഡ് എന്ന് മാത്രമേ ആക്ച്വലി കർത്താവിനോട് നമുക്ക് റിപ്ലൈ പറയുവാനുള്ളൂ. ഒരു കാര്യവും നമ്മൾ കർത്താവിനോട് നോ പറയേണ്ട ആവശ്യമില്ല. ദൈവമെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഡൗട്ടുണ്ടാകും. പക്ഷെ കർത്താവിനൊരു ഡൗട്ടും ഉണ്ടാകത്തില്ല. കർത്താവ് നമ്മോട് പറയുന്നതിനെ യെസ് ലോഡ്, കർത്താവേ ഞാനത് ചെയ്തിരിക്കും എന്നുള്ള മനോഭാവത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഈ പോലീസ് ഫോഴ്സിൽ നിൽക്കുന്നവർക്കറിയാം, അവിടെ ഈ ഹയർ ഓഫീസേഴ്സ് താഴോട്ടുള്ള ആളുകളെ പറയുമ്പോൾ അവരൊരിക്കലും ഹയർ ഓഫീസേഴ്സിനോട് നോ എന്ന് പറയത്തില്ല. അവരിനി ഒരു ഇല്ലീഗൽ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവർ നോ പറയത്തില്ല. എസ് ആർ എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരിക്കലും ഒരു SP ഒരു SIക്ക് ഫോൺ ചെയ്ത് രാത്രിയിൽ. അപ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്ത് കോൺവെർസേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. SI ഒന്നും പറയുന്നില്ല. SI എസ് ആർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു നോ സാർ ഈ SI പറഞ്ഞു. അപ്പോൾ ഈ കോൺവെർസേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ SIയുടെ വൈഫ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം അവസാനം ഈ കോള് കട്ടായി കഴിഞ്ഞതിന് ശേഷം ഈ വൈഫ് ഈ SIയോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് എല്ലാത്തിനും എസ് ആറല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഇടയ്ക്കൊരു നോ സാർ പറഞ്ഞല്ലോ, അതെന്തിനായിരുന്നു ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ പറയുകയാണ്, SP എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ എല്ലാത്തിനും എസ് ആർ പറയാൻ തനിക്ക് നാണമില്ലേടോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു നോ സാർ പറഞ്ഞു. അന്ന് ഞാനിത് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതിന് യെസ് ലോഡ് എന്നല്ലാതെ ഒരു ആൻസർ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ യെസ് ലോഡ് എന്നുള്ള കർത്താവിനോട് നമുക്ക് നോ പറയുവാനുള്ള ഒരു സാഹചര്യവും നമുക്കില്ല. യെസ് ലോഡ് മാത്രം. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ അതിനു മുമ്പ് മോസസിനെ നാം കാണുന്നുണ്ട്. മോസസ് മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവ് മോസസിനോട് സംസാരിക്കുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത്, പിന്നെ ഏത് മുൾപ്പടർപ്പ് പിന്നെ മരുഭൂമിയിൽ കണ്ടാലും മോസസ് ഉടൻ ചെരുപ്പൊക്കെ ഊരി അവിടെ നിൽക്കും. ഇത് ബൈബിളിലില്ല, പറയുന്ന യഹൂദന്മാരുടെ ചരിത്ര പുസ്തകം കൊണ്ട് തൽബൂദ് അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്. ഏത് മുൾപ്പടർപ്പ് കണ്ടാലും മോസസ് ഉടനെ ചെരുപ്പൊക്കെ ഊരി അവിടെ അറ്റൻഷനായിട്ട് നിൽക്കും, കർത്താവ് എന്തെങ്കിലും മുൾപ്പടർപ്പിൽ കൂടെ സംസാരിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ സംസാരം കേൾക്കുവാൻ ഇങ്ങനെ കാതോർത്ത് മോസസ് നാളുകൾ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അബ്രഹാമിൻ്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിൻ്റെ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് വായിച്ചു പോകാം. ഹീബ്രൂസ് 11:8, 9, 10.
വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്ര അവൻ വിളിക്കപ്പെട്ടാറ് അനുസരിച്ചു, എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് പറയാതാണ് ദൈവം വിളിച്ചത്. ദൈവം അബ്രഹാമിനോട് എബ്രഹാമിനെ വിളിച്ചു, ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോവുക എന്ന് മാത്രമാണ് പറഞ്ഞത്. എങ്ങോട്ടാണെന്നൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അബ്രഹാം എല്ലാം വിട്ട് ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങുകയാണ് ചെയ്തത്. ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. കർത്താവ് ചെയ്യുമ്പോൾ കർത്താവിനോട് മറുചോദ്യങ്ങളുമായിട്ട് അതായത് ആ വഴി പോയാൽ ശരിയാകുമോ, ഈ വഴി പോയാൽ ശരിയാകുമോ ഒന്നും ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. ദൈവം പറഞ്ഞോ ബ്ലൈൻഡായിട്ട് അൺകണ്ടീഷണലായിട്ട് അങ്ങ് ഒബേ ചെയ്യുക, ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അബ്രഹാമിന് അവിടെ 3-ാമത്തെ 11 പറയുന്നത്, ഈ യാക്കോബിനെയും ഇസഹാക്കിനെയും കൂട്ടി അവിടെ ഇരിക്കുമ്പോൾ കൂടാരങ്ങളിൽ പാർത്തുവെന്നാണ്. ഇവിടെ അന്യദേശത്ത്, ദൈവം ഭൂമിയിൽ വാഗ്ദാനം ചെയ്ത ആ ദേശത്ത് അന്യദേശത്തെന്ന പോലെ അബ്രഹാമിന് ഒരിക്കലും ഇതല്ല. അബ്രഹാമിന് തൻ്റെ സ്വർഗീയ ദേശത്തേക്കാണ് അബ്രഹാമിൻ്റെ കണ്ണ്. അവിടെ നിന്ന് കൂടാരങ്ങളിൽ പാർത്ത്, കൂടാരങ്ങളിലിരുന്ന്, കൂടാരങ്ങളിൽ പാർക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയേക്കാൾ കൂടുതലാണ്. അതുപോലെ സ്വത്തുള്ള അബ്രഹാം കൂടാരങ്ങളിൽ പാർത്ത് മുകളിലോട്ട് നോക്കി ഇവരെ തൻ്റെ കൊച്ചുമകൻ യാക്കോബിനെ ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം ശില്പിയായി പണിത ആ സ്ഥലത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ആമേൻ. ഞാൻ എൻ്റെ മകള് ആർക്കിടെക്ട് പഠിക്കുന്നു, ലോറയുണ്ട്. ലോറയോട് ഞാൻ പലപ്പോഴും അവളുടെ ഇടയ്ക്ക് ചോദിച്ചു, ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ അടുത്ത വർഷം ഒരു സീനിയർ ആർക്കിടെക്റ്റിനെ വേണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, അതിപ്പം പറ്റത്തില്ല, അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ബൈബിളിൽ ഏറ്റവും നല്ലൊരു ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ദൈവമാണ്. നമ്മളാരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവം ശില്പിയായി നിർമ്മിച്ച ആ ഭവനം എത്ര മനോഹരമായിരിക്കും. ലോകത്തിലെ ഒരു ആർക്കിടെക്റ്റിനും പണിയുവാൻ കഴിയാത്ത രീതിയിൽ അത് പണിയുന്ന ആ ആർക്കിടെക്റ്റ് പണിത ആ ശില്പിയായി പണിത ഭവനത്തെയാണ് അബ്രഹാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിലെ അനേകം സ്വത്തിൻ്റെ ഉടമയായ അബ്രഹാം നോക്കുന്നത് തനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗീയ ദേശത്തേക്കാണ്. ഇത് പറയുമ്പോൾ, ഇത് യേശു കർത്താവ് പറയുമ്പോൾ, ഇത് യഹൂദന്മാരുടെ ഒരു വിവാഹ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. കാരണം യഹൂദന്മാർ ഇന്നും വിവാഹം ആചരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ മണവാളനും മണവാട്ടിയും വിവാഹം നിശ്ചയിച്ചതിന് ശേഷം വിവാഹം കഴിക്കണമെങ്കിൽ ഈ വരൻ പോയി വധുവിന് അവർക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരു ഭവനം ഒരുക്കാൻ പോകും. ഈ ഭവനത്തിൻ്റെ പണി തീർന്നതിന് ശേഷം ഈ വരൻ ഈ ഭവനത്തിൽ നിന്നും ഇറങ്ങി വധുവിനെ തേടി വരുന്ന കാഴ്ചയുണ്ട്. വലിയ കാഹളം മുഴക്കി വളരെയധികം സെലിബ്രേറ്റ് ചെയ്താണ് ഈ വരൻ്റെ ഭവനത്തിൽ നിന്ന് വീട് പണി പൂർത്തിയായതിനു ശേഷം ഈ വധുവിനെ സ്വീകരിക്കുവാനായിട്ട് വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഏതാണ്ട് മധ്യഭാഗത്തെത്തുമ്പോൾ ഈ വധു ഈ വലിയ ആരവം കേട്ട് താൻ കാത്തിരിക്കുന്ന, താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ വരൻ വരുന്ന വലിയ കാഹളത്തിൻ്റെ ആ വലിയ ആരവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് വധു ഓടി ഈ വരനെ തേടി വരും. അതിനാണ് ബൈബിൾ മിഡ് എയറിലെ മധ്യാകാശം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിൽ ഈ വലിയ ആർക്കിടെക്റ്റായ ദൈവമൊരുക്കിയ ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ അവിടെ നിന്ന് കർത്താവ് ഈ ഭൂമിയിലേക്ക് മണവാട്ടിയായ നമ്മെ ഓരോരുത്തരെയും തേടി ഭൂമിയിലേക്ക് വരുമ്പോൾ, മിഡ് എയറിൽ വരുമ്പോൾ, ആ കാഹളം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും ഇവിടെ നിന്ന് നേരെ മധ്യാകാശത്തേക്ക് പോകുന്നു. ഈ ഭവനത്തിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? ഇന്ന് നമ്മുടെ ഈ കംഫർട്ട് സോണിൽ ചിലപ്പോൾ നമ്മൾ ആയിരിക്കുന്നവരൊക്കെ ഇവിടെ തന്നെ റിയലായിട്ട് കർത്താവിൻ്റെ വരവ് ഉടനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നവരാണ്. കാരണം അവർ കംഫർട്ട് സോണിലാണ്. ചിലരുണ്ട് കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഇനി എങ്ങനെയെങ്കിലും കർത്താവ് ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ഇത് രണ്ടും ശരിയല്ല. കാരണം കർത്താവിൻ്റെ സമയമുണ്ട്, ആ സമയത്ത് വരും. ഇപ്പം വന്നാൽ, കർത്താവ് ഇപ്പം വന്നാൽ നാം ഓരോരുത്തരും പോകാൻ തയ്യാറാണോ? ആർ വി റെഡി എന്നാണ് നമ്മൾ ഓരോരുത്തരോടും കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയവും കർത്താവിൻ്റെ വരവ് സംഭവിക്കും. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്രഹാമിന് ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട്
അബ്രഹാമിന് വലിയ വാഗ്ദാനം കൊടുത്തതാണ് ദൈവം. നിന്നെ ഞാൻ വലിയ ജാതികളുടെ പിതാവാക്കി, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റുമെന്ന്, അനേകം വിശ്വാസികളുടെ പിതാവാക്കി മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്ത അബ്രഹാമിനോട് ദൈവം വളരെ നാളുകൾക്ക് ശേഷം കാത്തിരുന്ന് കൊടുത്ത ഇസഹാക്കിനെ ദൈവം പറയുകയാണ്, ഞാൻ പറയുന്ന ദേശത്ത് കൊണ്ട് യാഗം കഴിക്കുക എന്ന്. അബ്രഹാമിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? തിരിച്ച് അബ്രഹാമിന് വേണ ചോദ്യങ്ങൾ ചോദിക്കാം. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദാനം ഇസഹാക്കിനെ കൊണ്ട് ബലി കഴിച്ചാൽ ഇനി ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? പറഞ്ഞതൊക്കെ തെറ്റത്തില്ലേ? പല കാര്യങ്ങൾ ചോദിക്കാം. പക്ഷേ അബ്രഹാം ഒരു ചോദ്യങ്ങളും ചോദിച്ചില്ല. കാരണം ദൈവത്തിന് അബ്രഹാമിന് ഇസഹാക്കിനെ കൊടുത്തപ്പോൾ ദൈവത്തിന് ഒരു ടെസ്റ്റ്. കാരണം ഞാൻ കൊടുത്ത ഈ ഇസഹാക്ക് എന്നേക്കാൾ കൂടുതൽ ഈ ഇസഹാക്കിനെ അബ്രഹാം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിനൊരു സംശയം. ദൈവം അത് പരീക്ഷിക്കാനായിട്ട് തന്നെ ചോദിച്ചു. അതിനാണ് സ്പെസിഫിക്കായിട്ടാണ് പറഞ്ഞത്, നീ നിൻ്റെ ഏകജാതനായ പുത്രനെ ഇസഹാക്കിനെ, കാരണം ഏതെങ്കിലും ഒരു പുത്രനെ കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇസ്മായിലിനെ കൊണ്ട് യാഗം കഴിക്കും. അതുകൊണ്ട് സ്പെസിഫിക്കായിട്ട് പറഞ്ഞ് നേരെ ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കുക. ആ പോക്കിലെയൊക്കെ യാത്ര നമുക്കറിയാം. സാറയോട് പോലും പറയാതെ രാവിലെ ഈ ഇസഹാക്കിനെയും കൂട്ടി യാഗം കഴിക്കുവാൻ പോകുന്ന വഴിക്ക് ഇസഹാക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പാ എല്ലാം അവിടെ കരുതിയിട്ടുണ്ട്, പക്ഷേ യാഗവസ്തുവിനെ നീ കൊണ്ടുവന്നിട്ടില്ലല്ലോ. യഹോവായീരേ, അവനതിനെ കരുതിക്കൊള്ളും എന്ന് അബ്രഹാം പറഞ്ഞ വളരെ രംഗങ്ങൾ നാം കാണുന്നുണ്ട്. ഇത് അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുള്ള കഥകളൊക്കെ നമുക്കറിയാം. അബ്രഹാമിനെ യാഗം കഴിക്കുവാൻ ദൈവം ഒരു പ്രാവശ്യം വിളിച്ചുള്ളെങ്കിൽ യാഗം നിർത്തുവാൻ ദൈവം 2 പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. ദൈവം പോലും പേടിച്ചു പോയ സംഭവമായിരുന്നു. സംശയമുണ്ട് അബ്രഹാം വെട്ടിക്കളയുമോ എന്ന്. കാരണം അബ്രഹാമെ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചെങ്കിൽ യാഗം നിൻ്റെ മകൻ്റെ മേൽ കൈവെക്കരുതെന്ന് പറയാൻ അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 പ്രാവശ്യം ദൈവത്തിന് വിളിക്കേണ്ടി വന്നു. കാരണം അത്രയധികം വിശ്വാസത്തിൽ സമർപ്പിതനായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അത് നാളെ ദൈവം പറഞ്ഞ വാഗ്ദാനം ദൈവം പൂർത്തീകരിച്ചോളും. അതിന് മനുഷ്യൻ്റെ ആവശ്യമൊന്നും ദൈവത്തിനില്ല. ദൈവം പറയുന്നതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ഞാൻ ചിലപ്പോൾ ഓർക്ക് ഇന്നത്തെ തലമുറയിലെ ഏതെങ്കിലും 12 വയസ്സുകാരൻ ഇസ്ഹാക്കിനെയാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ സ്ഥിതി എന്തോ ആകും. അവിടെ ചെന്ന് ഈ യാഗവസ്തുവിന്മേൽ ഇവനെ പിടിച്ച് കയറ്റി കിടത്തിക്കഴിഞ്ഞാൽ അവൻ ആദ്യം എണ്ണീറ്റ് ഈ അപ്പൻ്റെ മേലെ അങ്ങ് തിരിയും. പിന്നെ ദൈവത്തിന് ഒന്നുകൂടെ വിളിക്കേണ്ടി വരും, ബാല ബാല അപ്പൻ്റെ മേൽ കൈവെക്കരുതെന്ന്. അത് ആ സ്ഥിതിയിലായിരിക്കും ഇന്നത്തെ ജനറേഷൻ. പക്ഷേ ഇസഹാക്കിൻ്റെ കാര്യത്തിൽ നാം ഇത് കണ്ടു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മറിയ ദൈവത്തിൻ്റെ സമർപ്പിതമായി ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, ഞാൻ കർത്താവിൻ്റെ നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യേശു കർത്താവും ക്രൂശിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണയുള്ളവനായി സമർപ്പിതനായിരുന്നു. അല്ലെ, ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം സംഭവിക്കട്ടെ എന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ മറിയയുടെ മനോഭാവം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദാസപരിവേഷം നമുക്ക് ഉണ്ടായി. കർത്താവിൻ്റെ ദാസനും ദാസിമാരുമാണ് നമ്മളെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി കർത്താവ് പറയുന്നത് അനുസരിക്കുവാൻ മാത്രം തയ്യാറായി ഒരു സമർപ്പിതമായി ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി അബ്രഹാം നമുക്ക് കാണിച്ചു തന്ന ആ ദൈവം വാസ്തുശില്പിയായി നിർമ്മിച്ച ആ ഭവനത്തിൽ എത്തുവാൻ ഏദനിൽ ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവത്തോടുള്ള വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.